ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഞാനിന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നത്. മറ്റൊന്നുമല്ല, ഒരു ചിക്കൻ ചപ്പാത്തി റോളാണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് ഞാൻ മോനൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും സാധാരണ നമുക്കറിയാമല്ലോ, ചപ്പാത്തി ഞാൻ ഇതിന് മുൻപ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ ചപ്പാത്തിയെല്ലാം പരത്തി വെച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് ഫില്ലിങ്സ് വയ്ക്കും. ആ ഫില്ലിങ്സ് മറ്റൊന്നുമല്ല, ഞാൻ ഇറച്ചിപ്പുട്ടിൻ്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതാണ് ആ ഫില്ലിങ്സാണ്. ഇന്നലെ ഇറച്ചിപ്പുട്ടായിരുന്നു, അപ്പോൾ അതിൽ കുറച്ച് ഞാൻ കൂടുതലുണ്ടാക്കി ഈ ചപ്പാത്തിയുടെ അകത്ത് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് റോൾ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലഞ്ച് ബോക്സിൽ ഇന്ന് ഞാനത് കൊടുത്ത് വിടാമെന്ന് കരുതി. അവന് ലഞ്ച് കൊണ്ടുപോകുന്നതിനേക്കാളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം. പെട്ടെന്ന് കഴിച്ച് എഴുന്നേൽക്കാം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി ഞാനത് കൊടുത്തു വിടും. പിന്നെ വന്നതിന് ശേഷം ചോറ് കൊടുക്കുകയാണ് പതിവ് സാധാരണ. അങ്ങനെ ഞാനിവിടെ ചപ്പാത്തിയെല്ലാം പരത്തി വെച്ചു. 1-2 ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരിതെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തി വെച്ചതിന് ശേഷം ചുട്ട് ഓരോന്നായിട്ട് തുടങ്ങുകയാണ്. അത് ചുട്ട് എല്ലാം വെച്ച് ഒരു ചെറിയ ചൂട് പോയതിന് ശേഷമാണ് ഞാൻ ഫില്ലിങ്സൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ട് വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഇതും കൂടെ നോക്കാം. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ആരും എന്നെ വിട്ടു പോകരുത്. എന്നാൽ കഴിയുന്ന തരത്തിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റും, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ള കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ഇതിലോട്ട് പോകാം. ചപ്പാത്തിയൊക്കെ ഞാൻ ഏകദേശം ചുട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ അതും കൂടെ ചുട്ടതിന് ശേഷം മോന് ഏകദേശം ഒരു 6 ചപ്പാത്തി ഞാൻ എടുത്തു. 5 എണ്ണം കൊടുത്തു വിട്ടു. ഒരെണ്ണം ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ റോൾ ചെയ്ത് വെച്ചതിന് ഞാൻ തന്നെ പതിയെ കടിച്ചകത്തുനിന്ന് തീർത്തു. അങ്ങനെ ഇപ്പോൾ 6 ചപ്പാത്തി ഏകദേശം ചുട്ടെല്ലാം എടുത്തിട്ടുണ്ട്. അടുത്തിനി ഫില്ലിങ്സ് നിറച്ചാൽ മതി. ഫില്ലിങ്സ് ഞാൻ ഇന്നലെയാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ എല്ലാം ആവശ്യത്തിന് എടുത്തിട്ട് ബാലൻസ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. തണുപ്പ് മാറാനായിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫില്ലിങ്സിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. തണുപ്പോടുകൂടി വെക്കുമ്പോൾ ചിലപ്പോൾ ചളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തിയുടെ ചെറിയ ചൂട് മാറിയതിന് ശേഷം നമുക്ക് റോളായിട്ട് ചുരുട്ടിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഫില്ലിങ്സ് വെക്കാം. ഞാൻ ചപ്പാത്തി 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഓരോ ചപ്പാത്തിയായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ വെച്ചാൽ മതി, കാരണം റോൾ ചെയ്തെടുക്കുമ്പോൾ കടിച്ച് കഴിയുമ്പോൾ ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ ചെറുത് മതി, വലുതായിട്ട് വയ്ക്കുമ്പോൾ കൊണ്ടുപോകേണ്ടത്. മോന് ടിഫിൻ ബോക്സിലല്ല കൊണ്ടുപോകുന്നത്, അവൻ ഇതുപോലെ പേപ്പറിലാണ് കൊണ്ടുപോകുന്നത്. അവന് അതാണ് എളുപ്പം. അപ്പോൾ ഞാൻ ആ പേപ്പറിനെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ തന്നെയാണ് റോൾ ചെയ്ത് വെക്കുന്നത്. 2 എണ്ണം ഉണ്ടോ എന്ന് നോക്കിയതാണ്. പേപ്പർ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ റോളായിട്ട് മടക്കി ഇതുപോലെ വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. നമുക്കിത് ഫില്ലിങ്സ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെനു തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. ചിക്കൻ മാത്രമല്ല, നമുക്കിപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു കസിൻ്റെ നിന്നാണ് കണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇറച്ചിപ്പുട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ചപ്പാത്തി റോളിൻ്റെത് ഞങ്ങൾ ഒരിക്കൽ ടൂറ് പോകുന്ന സമയത്ത് എളുപ്പത്തിൽ കയ്യിൽ വെച്ച് കടിച്ച് കഴിക്കാമല്ലോ എന്നുള്ള ഇതിൽ എൻ്റെയും മാമിയുടെയും തലയിൽ തോന്നിയൊരു ബുദ്ധിയാണ്. അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് നല്ല ഇതായിരുന്നു. പിന്നെ മോനിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ കൊടുത്തു വിടുന്നത്. നമ്മളല്ല ടൂറോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് സാധാരണ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിന്നെന്തോ അവന് ഇതാവട്ടെ എന്ന് കരുതി പെട്ടെന്ന് അത് തന്നെ ചെയ്തു. ഇന്നലെ തന്നെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന് മോനിത് കൊടുത്ത് വിടാമെന്നുള്ള. അങ്ങനെ തയ്യാറാക്കിയതാണ്. അത് പേപ്പർ വയ്ക്കാൻ മറന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ചപ്പാത്തിയിലെല്ലാം ഏകദേശമായിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തിയും കൂടെ ഉള്ളൂ. മോന് 5 എണ്ണം മതിയാകും. അപ്പോൾ ആ 1 എണ്ണം റോൾ ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ പിന്നെ ഇടയ്ക്ക് കഴിക്കും.
ഈ പേപ്പർ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നാൽ ചപ്പാത്തി ചേർത്ത് വെച്ചപ്പോൾ അതിൻ്റെ ചെറിയ പിന്നെന്താ ചപ്പാത്തി ചുട്ടെടുത്തതിൻ്റെ ചെറിയ ഒരു പൊടിയൊക്കെ അതിൽ വീണു. അതാണ് തൂത്തൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് പൊതിഞ്ഞെടുക്കുകയാണ്. അവന് ചോറും കാപ്പി എന്ത് തന്നെ ആയിരുന്നാലും അവൻ ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതിനോടാണ് ഇഷ്ടം. ലഞ്ച് ബോക്സ് ആദ്യത്തെ ചെറിയ ക്ലാസ്സുകളിൽ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണ്. ഇപ്പോൾ എപ്പോഴും 2-3 വർഷമായിട്ട് ഇപ്പോൾ പേപ്പർ തന്നെയാണ് ഇങ്ങനെ തന്നെ പൊതിഞ്ഞു. അതുകൊണ്ട് അതാണ് കുറച്ചും കൂടെ എളുപ്പം. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ, താങ്ക് യു.